അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി റാമിന് വീണ്ടും തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ജാതി അധിക്ഷേപം നടത്തിയില്ലെന്ന റാമിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. കെ എം ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, സുപ്രീം കോടതിയിലും റാമിന് തിരിച്ചടിയാണ്. എന്താണ് ഈ ഒരു അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്? രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. അധ്യാപകർ ഇത്തരത്തിലാണോ കുട്ടികളോട് പെരുമാറേണ്ടത് എന്നാണ് കോടതി ചോദിച്ചത്. ഈ രീതിയിൽ പെരുമാറുന്ന അധ്യാപകർ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കാരണം സഹവിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ഈ ഒരു വിദ്യാർത്ഥിയെ അപമാനിച്ചത്. ഈ വിദ്യാർത്ഥിയുടെ മാനസികാഘാതം എത്രയായിരുന്നു എന്ന് ഈ അധ്യാപകർ ചിന്തിച്ചിരുന്നു. അധ്യാപകർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അപമാനിക്കുകയോ അധ്യാപകർ ഈ രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ അതിന് കൃത്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കുട്ടിയെ ജാതി അധിക്ഷേപം നടത്തി എന്ന പരാതിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് ക്ലാസ് മുറിയിൽ മുന്നിൽ വെച്ചും ഇത്തരത്തിൽ അധ്യാപകൻ അധിക്ഷേപിച്ചു എന്ന പരാതി നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അധ്യാപകർ ഈ രീതിയിൽ പെരുമാറുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. കാരണം അധ്യാപകർ വിദ്യാർത്ഥികളോട് പെരുമാറേണ്ട രീതിയുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസികമായ ആഘാതത്തെ അല്ലെങ്കിൽ അവരുടെ പഠനത്തെ അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം ബാധിക്കുക എന്ന് അധ്യാപകർ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്ന വിമർശനവും കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം, അതായത് ജാതി അധിക്ഷേപം നടത്തിയില്ല, മുൻകൂർ ജാമ്യം നൽകണം എന്ന വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.